only, it doesn't matter if it's Old Testament or the New Testament, the people who are willing to give, and God will bless them. ഞാൻ ഈ വാക്യം വായിച്ച് പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭൗതികത്തെ കുറിച്ചാണ് പറയുന്നത്. You may have thought I'm talking about the finances. ഞാൻ ഭൗതികത്തെ രണ്ടാം സ്ഥാനത്താണ് കാണുന്നത്. I consider the financial situation the second in my life. എന്നാൽ നമ്മെ തന്നെ നാം ദൈവത്തിനായി സമർപ്പിക്കണം. We must offer ourselves unto God. എനിക്ക് നിത്യതയിൽ ചെല്ലുമ്പോൾ ചിലരെ കാണാൻ ആഗ്രഹം. When I enter into eternity, I would like to see certain people. അതിലൊരാളാണ് അരിമത്യക്കാരനായ യോസഫിനെ എനിക്ക് കാണാൻ ആഗ്രഹം. I would like to see Joseph of Arimathea. അതായത് അവന് വേണ്ടി വെട്ടിച്ചിരുന്ന കല്ലറ കർത്താവായ യേശുവിന് വേണ്ടി വിട്ടുകൊടുത്തു. The tomb that he built for himself, he gave to the Lord. അത് മാത്രമല്ല സുവിശേഷങ്ങൾ 4 ചേർത്ത് പഠിക്കുമ്പോൾ കാണാൻ സാധിക്കും, യഹൂദന്മാരെ പേടിച്ച് എല്ലാവരും ഭയപ്പെട്ടിരിക്കുമ്പോൾ അരിമത്യക്കാരനായ യോസഫ് ധൈര്യപ്പെട്ട് പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് യേശുവിന്റെ ശരീരം ചോദിച്ചു. When we study the gospel, the people were afraid of Jews, and Joseph of Arimathea came to Pilate and asked the body of Jesus. രണ്ടാമത് എനിക്ക് കാണാൻ ഉള്ള ആഗ്രഹമുള്ള ഒരാളാണ് നിക്കോദേമസ്. Secondly, I would like to see in eternity the Nicodemus. അദ്ദേഹം നിത്യതയിൽ കാണുമെന്നാണ് എന്റെ വിശ്വാസം. I believe he will be in eternity. അതായത് നിക്കോദേമസും അരിമത്യക്കാരനായ യോസഫും കൂടെയാണ് യേശുവിന്റെ ശവമടക്കം. Nicodemus and Joseph of Arimathea is the one who conduct the burial service of Jesus. നിക്കോദേമസിനെ കുറിച്ച് പറയാണ്, അതായത് 100 റാത്തലും 100 അകിലും കൊണ്ടുള്ള ഒരു കൂട്ട്, അതായത് നിക്കോദേമസ് കൊണ്ടുവന്നു. അവർ ഇരുവരും ചേർത്ത് അടക്കി. Nicodemus brought 100 pounds of incense to bury, put it on Jesus' body. നിങ്ങൾ നോക്കൂ, ഈ ശവശരീരം അങ്ങനെ കിടന്ന് നഷ്ടപ്പെടുവാനുള്ളതല്ല, കടിച്ചു പോകുവാനുള്ളതല്ല, 3 നാൾ കഴിഞ്ഞ് ഉയർത്തി നിൽക്കേണ്ട ശവശരീരമാണ്. ഇതിനെ അടക്കുവാൻ സ്വർഗ്ഗം ജലത്തിലെ കണ്ടിട്ടുണ്ട്. His body must be buried. It's not to be wasted. It needs to be resurrected on the 3rd day. God has chosen certain people to bury this body. ദൈവ വേലയ്ക്ക് വേണ്ടി, ദൈവ പ്രവൃത്തിക്ക് വേണ്ടി സമർപ്പണമുള്ള ജീവിതങ്ങൾ കൂടിയേ ദൈവ പ്രവർത്തിക്കും. God will work only on the behalf of the people who are willing to surrender their life. നിങ്ങൾ നോക്കൂ, ലൂക്കോസ് സുവിശേഷം 9:58 വാക്യം പഠിച്ചാൽ കാണാൻ സാധിക്കും. When you study Luke chapter 9 verse 58, അവിടെ ഒരാൾ വന്നിട്ട് പറയുകയാണ്, കർത്താവേ നീ എവിടെ പോയാലും ഞാൻ നിന്നെ. there's a certain man came to Jesus and said, Lord, I will follow you wherever you go. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, സമർപ്പണമുള്ളവർ കൂടെ ദൈവം പ്രവർത്തിക്കും. Only the people who are surrender their life willingly, God will work on their behalf. ലോക ചരിത്രത്തിൽ എല്ലാവരും അറിയപ്പെടുന്ന ഒരു വിഷയമാണ് ലോകത്തിലെ 8ാമത്തെ അത്ഭുതമായി നിലകൊള്ളുന്ന ആഫ്രിക്കൻ എന്ന് പറയുന്ന കിരാതനെ. അതായത് ആഫ്രിക്കയിൽ വെച്ച് രക്ഷയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ആഫ്രിക്കയിലെ കോപ്ടൗണിൽ ഗവർണർ പറയാണ്, ഈ കിരാതൻ, ആഫ്രിക്കൻ എന്ന് പറയുന്ന ഈ കിരാതൻ രക്ഷിക്കപ്പെട്ടത് ലോകത്തിലെ 8ാമത്തെ അത്ഭുതമാണ്. This is the 8th wonder of the world. There's a wicked man in Africa came to the Lord. എന്നാൽ അദ്ദേഹത്തെ രക്ഷയിലേക്ക് കൊണ്ടുവന്ന റോബർട്ട് മോഫറ്റിനെ കുറിച്ച് ഐതിഹ്യം പറയുന്നത്, ഒരിക്കൽ സ്വോത്രകാഴ്ച എടുത്തുകൊണ്ടിരുന്നപ്പോൾ റോബർട്ട് മോഫറ്റ് സ്വോത്രകാഴ്ച പാത്രത്തിനകത്ത് കയറിയിരുന്നെന്ന് പോലും. The person called Robert Moffat is the one who led that man into Christ. At one time when he was collecting the offering, he sat inside the offering. Robert Moffat ഇംഗ്ലണ്ടിൽ നിന്ന് ആഫ്രിക്കയിലേക്ക് യാത്ര പുറപ്പെട്ടപ്പോൾ, when Robert Moffat went to from England to Africa, ആഫ്രിക്കന് പറയാണ്, റോബർട്ട് മോഫറ്റിന്റെ തലയോട്ടി ജലപാനത്തിനുള്ള ഒരു കപ്പാക്കി തീർക്കും. The African people said the head of the Robert Moffat we will make as a cup. എന്താണ് ആ വലിയ കിരാതനെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ സമർപ്പണമുള്ള റോബർട്ട് മോഫറ്റിനെ ദൈവം ഉപയോഗിച്ചു. But the God used Robert Moffat to bring this wicked man to and led him to Christ. സമർപ്പണമുള്ളവരെ ദൈവത്തിന് വേണ്ടിയത്. God needs the people who are willing and surrender their life. നിങ്ങൾ നോക്കൂ, ലൂക്കോസ് സുവിശേഷം 9:58 വായിക്കുന്നത്, In Luke chapter 9 verse 58 we read, എടുത്തോണ്ടെന്ന് വായിച്ചേ.
അതായത് എന്റെ മോളിൽ വായിച്ചോ, ഗുരു നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം. A certain man told, Master, I will follow you wherever you go. കർത്താവ് അവന്റെ ഉള്ളിലേക്ക് നോക്കി. Lord looked at his heart. പണ്ഡിതന്മാർ പറയുന്നത്, The theologian said, ദൈവം അവന്റെ ഹൃദയത്തെ വിവേചിച്ചു. Lord discerned his heart. ആകാശത്തിലെ പറവകൾക്ക് കൂടുണ്ട്, The birds of the air have nests. കുറുനരികൾക്ക് കുഴിയുണ്ട്, The foxes have holes. മനുഷ്യപുത്രനോ തല ചായ്പാൻ നിന്റെ ഹൃദയത്തിൽ ഇടമില്ല. But the Son of വെറും Man, വാക്കാണ് നീ പറയുന്നത്, നിനക്ക് സമർപ്പണമില്ല. the Son of Man has no place in your heart. That means you have no willingness. അവൻ എവിടെ പോയെന്ന് പിന്നീട് നമുക്ക് അറിയത്തില്ല. We don't know where this man went after ഒരുത്തൻ that. എവിടെ പോയാലും അനുഗമിക്കാന്ന് പറഞ്ഞവന് യേശുവിന് വേണ്ട. This man said, wherever you go, I'll follow, but he didn't follow. എന്തുകൊണ്ട്? What is the reason? അവന്റെ ഹൃദയത്തിൽ ആഴമായ സമർപ്പണമില്ല. Because there was not in-depth surrender in his life. എന്നാൽ ആഴമായ സമർപ്പണമുള്ള ജീവിതത്തെ തേടി വരുന്ന ദൈവം The ജീവിക്കുന്നു. Lord is seeking a person who have a real surrender life. നിങ്ങൾ നോക്കൂ, മുക്കുവനായ ഒരു പത്രോസിനെ തേടി എന്റെ യേശു കടന്നു വരുന്നു. We can see in the gospel, Jesus came to seek a fisherman. അവന്റെ അമ്മായിമ്മയ്ക്ക് സൗഖ്യം കിട്ടിയിട്ടും അവനെ യേശുവിനെ അന്വേഷിക്കാതെ അവൻ ഗനസരത്ത് തടാകത്തിലേക്ക് പോവുക. Even though his mother-in-law was healed, he still went back to his old profession. യേശുവിനെ തേടി ഗനസരത്ത് തടാകത്തിൽ ചെന്നു. പത്രോസിന്റെ പടകിൽ കയറി പ്രസംഗം ആരംഭിച്ചു. Jesus went after him and sat on Peter's ship and started preaching. Praise the Lord. നിങ്ങൾ നോക്കൂ, കർത്താവിന്റെ ക്രൂശുമരണത്തിന് ശേഷമായി ഈ പത്രോസ് പടകും മഴയും എടുത്ത് വീണ്ടും പോവുകയാണ്. തിബരിയാസ് കടലിന്റെ കരയിലേക്ക് ഈ പത്രോസിനെ തേടി യേശു ചെല്ലുന്നു. After death of Jesus, Peter went back to his old profession, but Jesus went after him, seeking for him. എന്താണ് ഒരുവനെ എന്നോട് പറയുന്നു, നിന്റെ ഹൃദയത്തിൽ എനിക്ക് ഇടമില്ല. But Jesus said, I have no place in your heart. ഒരുവൻ പോയവന്റെ പിന്നാലെ ചെന്ന് അവനെ എന്റെ കർത്താവ് വിളിക്കുന്നു. But one person left Jesus, but Jesus went after him and captured എന്താണ് him. ഇതിനിടയിൽ സംഭവിച്ചത്? What happened in between? ഇതിന്റെ ഇടയിൽ സംഭവിച്ചത് പത്രോസിന്റെ ജീവിതത്തിൽ പലതും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അവനൊരു സമർപ്പണം ഉണ്ടായിരുന്നു. In Peter's life, when we really study, he had a real surrender life in his life. ദേവദാസന്മാരുടെ പ്രസംഗമൊക്കെ കേൾക്കുമ്പോൾ When you hear the preaching of the servants of God വിശ്വാസത്തെക്കുറിച്ചും about faith, വിശുദ്ധിയെക്കുറിച്ചും about holiness, വേർപാടിനെക്കുറിച്ചും about separation, പെന്തക്കോസ്തിനെക്കുറിച്ചും about Pentecost life, ഒക്കെ പ്രസംഗിക്കുമ്പോൾ when they preach, നമ്മൾ ഒന്ന് ചിന്തിക്കണം, എന്തുമായി പറയും. we must discern ourselves what they are speaking. ഇതിനകത്ത് വല്ല കാര്യമുണ്ടോ? Is there any reason they are speaking like നമ്മൾ that? ഒരിക്കലും ചിന്തിക്കുന്നില്ലെങ്കിൽ ഈ കേൾക്കുന്ന പ്രസംഗങ്ങളൊന്നും നമുക്കൊരിക്കലും അനുഗ്രഹമായി തീരും. If we are not discerned and concerned about the preaching, it will not benefit you. മഹാനായ അലക്സാണ്ടറെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. I have heard a great man, Alexander the Great. അനേക യുദ്ധങ്ങൾ നടത്തുവാൻ അദ്ദേഹം ഒരു കുതിരയെ ഉപയോഗിച്ചു. He conducted many wars. ആ കുതിരയെ ഒന്ന് പരിശീലിപ്പിക്കുവാൻ പരിശീലകന്മാർ വളരെ പ്രയത്നിച്ചു. He was using a horse to fight the war. ആർക്കും അതിനെ പുറത്ത് കയറാൻ കഴിയത്തില്ല. No one was able to climb on the top of the horse. അലക്സാണ്ടർ ഒരു സത്യം മനസ്സിലാക്കി അതിന്റെ മുകളിൽ കയറാൻ ചെല്ലുന്നവന്റെ നിഴല് കണ്ടിട്ടാണ് ഈ കുതിര ഓടുന്നത് എന്ന് മനസ്സിലാക്കി അലക്സാണ്ടർ ആ കുതിരയെ കീഴ്പ്പെടുത്തി ആ കുതിര ഉപയോഗിച്ച് ചരിത്രം